ഇവിടുന്ന് നെറ്റ് തീർന്നിട്ട് ബഫറിങ് ആയാലാണ് ഞാൻ കൊടുങ്കാട്ടിലുള്ള ഉള്ളതെന്ന് മനസ്സിലായി. വണ്ടിയായിരുന്നു ഓഫായി. ഫ്രഞ്ചുകാരുടെ റിസോർട്ടാണ് ഇതാണത്, ഗസ്റ്റ് ഹൗസ്. അപ്പോൾ അവരെ ബൂട്ടിൻ്റെ സൗണ്ടെല്ലാം രാത്രി കേൾക്കും നമ്മളോട് ഓൾറെഡി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ ഓട്ടം ബൈക്കിനെക്കാട്ടി സ്പീഡ് ഞാനാണ് എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൈക്കെല്ലാം ഒരു ചുവന്ന, നമ്മളെ തെയ്യത്തിൻ്റെ പൊടി, തെയ്യത്തിന് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊടിയില്ലേ, അങ്ങനത്തെ ഒരു ചുവന്ന പൊടീനെ കൊണ്ടുണ്ടാവും, എന്തെങ്കിലും ഇല അങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഹായ് പ്രിയപ്പെട്ടവരെ, പ്രോസ്പീഡിയസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്ഷയ് കാപ്പാടിൻ്റെ സിനിമാ വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് നീ പറയും. നമുക്കല്ല കേട്ടറിവല്ലുള്ളൂ സിനിമയിൽ. ഞാൻ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അല്ല അങ്ങനെ നീയാമോ വിചാരിച്ചാൽ നേരിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ സ്ഥലത്തിനെ കുറിച്ച് പറയും. ഇത് നമ്മളെ കോടമ്പൊക്കാണ്, മദ്രാസായത് ഷൂട്ട് ചെയ്യുന്നത്. ഇവരെല്ലാം ഉണ്ട്, നമ്മളെ പിള്ളേരെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മളെ ഷോർട്ട് ഫിലിം ഓർമ്മയില്ല, നമ്മളെ നല്ല മികച്ച നേരത്തെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത്. പക്ഷെ ഇതിലിപ്പോ മൂടി കുറെ മണ്ണിലിട്ട് അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ എല്ലാവരും മണ്ണിൽ അടിയിലേക്ക് പോകുന്നതാണല്ലോ. മണ്ണിലടിയിലേക്ക് പോകുന്നുള്ള പോലെ തന്നെ ഓർമ്മകളെ മണ്ണിട്ട് മൂടി നമുക്ക് പറയാം. എങ്ങനെയും പറയാം. അതായത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സിനിമ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞോളൂ. എന്നുവെച്ചാൽ നമ്മളതിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ഒരു കോ ഡയറക്ടറും കൂടി ഉണ്ട്, സഞ്ജു എന്ന് പറഞ്ഞിട്ട്. മൂപ്പത്തിരുവാണ് ഈ പടം ഓണാകുന്നത്, മൂപ്പരാണ് ഇന്നത്തെ ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് വയനാട് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. വയനാട് നമ്മൾ ഷൂട്ട് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഷൂട്ടും. പക്ഷെ 5 മണി വരെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. 5 മണിക്ക് ശേഷം ഈ ഭയങ്കര ഇരുടാവും, കാട്ടാന ശല്യം ഉണ്ട്, പുലി ഇറങ്ങുന്ന സ്ഥലമാണ് എല്ലാം. പിന്നെ ചെറിയ മറ്റേ അല്ലല്ല, പുലി നമ്മളത് ആദ്യം കൊണ്ടുപോവാ. പക്ഷെ രാവിലെ ഇറങ്ങിയിട്ട് നമ്മള് ഒരു താഴത്തെ റിസോർട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ ഒരു ഇതുവഴിയാണ്, തേയിലത്തോട്ടം വഴിയാണ്, കണ്ണത്താ ദൂരം തേയിലത്തോട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും തേയിലത്തോട്ടത്തിനുള്ള എന്തെങ്കിലും കുടുങ്ങിയാണെന്ന് നമുക്ക് തിരിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോ നടത്തത്തിലും പുലിയുണ്ടോ ഇങ്ങനെ നടക്കുക, ധൈര്യത്തിൽ നടക്കുക വേണം. നമ്മളെ എന്നെ വിശ്വസിച്ച് പറയണ ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വളരെ ധൈര്യത്തിലാണ് നടക്കുക. എന്നാൽ കൂടി പുലിയുണ്ടോ എന്നുള്ളത് എനിക്കൊരു ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള കുറേ, പക്ഷെ അത് നല്ലൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഞാൻ വീട്ടിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, സിനിമ കാണുന്നതിൻ്റെ അല്ല, അല്ലാതെ റിയൽ ചെറിയ എന്തെല്ലോ വീട്ടിൽ നിന്നല്ല, ഒരു പരിസരം മൊത്തത്തിലൊരു നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടേ ഒരു നെഗറ്റീവ്. അവിടെ ആരും താമസിക്കുന്നതല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് പൂട്ടിയെടുക്കുന്ന അങ്ങനെ തന്നെ വിടാം. നമ്മളാ നാളെ പോയി പെയിന്റ് അടിക്കും, പണിയെടുത്തു, അതെല്ലാം അതുപോലെ ആക്കിയത് നമ്മളെ ടീമാണ്, ഞാനല്ല നമ്മുടെ ടീം. അത് അവിടെ എവിടെയുള്ള നമുക്ക് വേറൊരാൾ ത്രൂ അങ്ങനെ കണക്ഷൻ ആക്കി തന്നെയാണ്. അതിന് വടകെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത. പിന്നെന്ന് വെച്ചാൽ നമുക്കത് ഷൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആ വീട് നിറക്കാൻ സാധനങ്ങളില്ല നമ്മളെ. ഒരു പടം എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ചുരുങ്ങിയൊരു പടമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എടുക്കുന്നതും വെക്കുന്നതും എല്ലാം ഒരേ ഫ്രെയിമിൽ കാണുന്ന സാധനം തന്നെയായിരിക്കും അടുത്ത ഫ്രെയിമിനുണ്ടാവുക. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. പിന്നെ അതേപോലെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാവും കുറച്ചും കൂടി കഴിഞ്ഞ് മനസ്സിലായി. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അവിടെ എന്ന് വെച്ചാൽ ചെറിയ നമ്മൾ ഈ പ്രേതം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു പേടിപ്പെടുത്തലുണ്ട്. ഞാൻ പല സ്ഥലത്തുനിന്നും ഞാൻ പേടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ ഉള്ള വിഷയങ്ങളെല്ലാം ചെറുങ്ങനെ ഉണ്ടേനാണ്. അത് നമുക്ക് തോന്നിയാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നമ്മളെ മേക്കില്ലേ, നമ്മൾ രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക്, ഞാനവിടെ കിടന്നിട്ടില്ല, ക്യാമറ യൂണിറ്റ് ബിൻസീർക്കും, നമ്മൾ ബിൻസീറാണ് ക്യാമറ ചെയ്തിട്ട്, ബിൻസീർക്ക സിനിമാറ്റിക്കൽ പ്രൊഡക്ഷൻ, മൂപ്പർ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ മൂപ്പര് യൂണിറ്റുമാണ് അവിടെ കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൈക്കെല്ലാം ഒരു ചുവന്ന, നമ്മളെ തെയ്യത്തിൻ്റെ പൊടി, തെയ്യത്തിന് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊടിയില്ലേ, അങ്ങനത്തെ ഒരു ചുവന്ന പൊടീനെ കൊണ്ടുണ്ടാവും, എന്തെങ്കിലും ഇല അങ്ങനെ വരച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ആരെങ്കിലും ചെയ്തതാണ്, നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ തമാശ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇത് എല്ലാവരും വേഗം വരാൻ തുടങ്ങി. ഇത് കുറച്ച് കഴിഞ്ഞാൽ കാണുമില്ല, മാഞ്ഞങ്ങ് പോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ചെറുതല്ല, പിന്നെ എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ടാണ്. നമ്മൾ രാത്രി കേൾക്കുമ്പോൾ ഫ്രഞ്ചുകാരുടെ റിസോർട്ടാണ് ഇതാണത്, ഗസ്റ്റ് ഹൗസ്. അപ്പോൾ അവരെ ബൂട്ടിൻ്റെ സൗണ്ടെല്ലാം രാത്രി കേൾക്കും നമ്മളോട് ഓൾറെഡി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, ബൂട്ടിൻ്റെ സൗണ്ട്. ഞാൻ കേട്ടില്ല, നമ്മളവിടെ കിടന്നവർ. ഞാൻ കിടന്നിട്ടില്ല പേടിച്ചിട്ട്, ഞാൻ തായല്ലേ എന്നുവെച്ചാൽ എനിക്കിത് ഇറക്കണല്ലോ സിനിമ, ഇവരില്ലെങ്കിൽ ഇവരെ മാറ്റാം, എനിക്കിത് ഇറക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ തായ കിടന്നത് സേഫ്. അതുകൊണ്ട് കാട്ടാന രാത്രിക്ക് ഒരു ദിവസം 2 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനും അനിയാട്ടും കൂടി, ബാക്കി എല്ലാ ടീമും പോയി, ജീപ്പിന് പോയി. ഞാനും അനിയാട്ടും കൂടി, നമ്മുടെ മുത്തശ്ശനായിട്ട് അഭിനയിച്ച അനിയാട്ടും കൂടി ബൈക്കിൽ വരുത്താം.
അത് ഡിസ്കവർ അങ്ങനെ ചെറിയ വണ്ടിയില്ലേ, ചെറിയ വണ്ടി, അങ്ങനെ വലിയ പവർ ഇല്ലാത്ത ഒരു ചെറിയ വണ്ടി. അത് ഓഫ് റോഡാണ് 6 കിലോമീറ്റർ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള പോക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആ പോകുന്ന പോക്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ IPL കളി കാണില്ല, IPL ഫൈനലാണ് ചെന്നൈൻ്റെ. ഞാൻ ചെന്നൈ ധോണി ഫാനായിട്ട് കുറേ വണ്ടി ഞാൻ ധോണി ഫാനായിട്ട് ഞാൻ കളി കാണില്ല. അപ്പോൾ നെറ്റ് എടുത്തം വരെ കിട്ടുമോ അടുത്തം വരെ കളി കാണാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ കയറിയിരുന്ന ഓരോ വണ്ടി ഓടിക്കുന്നു, ഓരോ പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ പോകുന്നു. എവിടുന്നോ നെറ്റ് തീർന്നിട്ട് ബഫറിങ് ആയാലാണ് ഞാൻ കൊടുങ്കാട്ടിലുള്ള ഉള്ളതെന്ന് മനസ്സിലായി. വണ്ടി ആയിരുന്നു ഓഫായി ആടുന്ന്. രാത്രി 2:30 എങ്ങനെയാണ് വണ്ടി ഓഫായി. അയ്യ അങ്ങനെയുള്ള ഉന്തി സ്റ്റാർട്ടാക്കി കുറേ മുന്നോട്ട് പോയിട്ട് പറഞ്ഞു എനിക്ക് കയറൂല, രണ്ടാളും കൂടി കയറൂല, നീ ഇവിടെ ഇറങ്ങിയിട്ട് നടക്ക്, ഞാൻ വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. ഓക്കെ ധൈര്യം ഉണ്ടല്ലോ, ഓക്കെ കാണിക്കാൻ കഴിയാം, ധൈര്യം കാണിയാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടി ഞാൻ വന്നോന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ഓട്ടം, ബൈക്കിനെക്കാട്ടി സ്പീഡ് ഞാനാണ് എത്തിയിട്ടുണ്ടായത്. ഏകദേശം ഓരോ ബൈക്ക് എടുത്ത് കൊന്നു കയറി, ഞാൻ ഓടിയും കയറി. രാവിലെ നോക്കുമ്പോൾ ആ ഭാഗത്ത് ആ സമയത്ത് തന്നെ അതുവരെ ഇല്ലാത്ത ആ ഭാഗത്തെ കുറേ കൃഷിയോ അതിനോ കാട്ടാനച്ച. അപ്പം ഞാൻ ഈ ഇറങ്ങിയ സമയത്ത് ഈ ചങ്ങായി ഉണ്ടാവും കാട്ടാന, ചവിട്ടി പൊളിച്ചാടത്തെ എന്തെല്ലോ അതെല്ലാം പൊളിച്ചിളക്കിന്. എന്തോ ഭാഗ്യം നസീബ് എന്നും പറയുന്നതാണ്, അത് കണക്കെ രക്ഷപ്പെട്ടത്. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ്, ഷൂട്ടിന് വേറെ എല്ലാവരും ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ മ്യൂസിക് അത് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ പാലക്കാട് പോയി നിന്നിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20-something കിലോമീറ്റർ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഓടണം. റിജോ എന്ന് പറയുന്നത് റിജോ ചക്കാലക്കലാണ് നമ്മൾ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. റിജോയുടെ വീട്ടിൽ തന്നെയാണ് അവരുടെ സ്റ്റുഡിയോ കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലല്ല, പുറത്തായിട്ട്. അപ്പോൾ അവിടത്തേക്ക് ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി ആയാലും എല്ലാം നമ്മൾ ആ സമയത്ത് പോക്കും വരവും ഭക്ഷണം കഴിക്കാൻ. എൻ്റെ കൂടെ എഡിറ്റർ ഉണ്ട്, അഭിലാഷ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും അങ്ങനെ ഭയങ്കര നമ്മൾ ടൈറ്റായി വരുന്നതാണ്. പണ്ട് ഓൾറെഡി തീർന്ന് വരുന്നതിൻ്റെ അങ്ങനെ കുറേ കഷ്ടപ്പാടുകൾ. അതിപ്പോ നമ്മളൊരു വീട് എടുക്കുമ്പോൾ തന്നെ ഫിനിഷിങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ പണി. കാരണം ടൈൽസ് എല്ലാം വെച്ച് ആകുമ്പോൾ തീരും. അപ്പോൾ അതുകൊണ്ട് മിനിക്കോണികൾക്കാണ് നമ്മൾ ലാസ്റ്റോട്ട് പിന്നെ കുറച്ച് പണി എടുക്കേണ്ടി വന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്താലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ഈ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എടുത്ത കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടാകുമെന്ന് അറിയില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വീട്ടിൽ കൂടിയിൽ കഴിഞ്ഞിട്ട് നമ്മളന്ന് രാത്രി കിടന്നിറങ്ങുന്ന ഒരു ഫീലല്ലേ. അന്ന് ഞാൻ അക്ഷയോട് പറഞ്ഞ് ഞാൻ വെച്ചാൽ നമുക്കൊരു കുട്ടിക്കൊരു അസുഖമായി, അല്ല 2 ദിവസം മുന്നേ ഞാൻ മെസ്സേജ് ഇട്ടൊരു അക്ഷയ് പറഞ്ഞ് 2 ദിവസമായി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം നമ്മളൊരു കുട്ടി കാര്യമായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് അസുഖമായി കുറേ ചികിത്സിച്ച് അസുഖം മാറിയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഉറങ്ങാത്തത് കുറേ കാലമായി. ഈ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും. രാത്രി എല്ലാം ഇത് തന്നെ ഉണ്ടാവുക മനസ്സിൽ. അപ്പോൾ ഇപ്പം 2 ദിവസം ഈ റിലീസ് ആകുന്നതിൻ്റെ തലേ ദിവസം 2 ദിവസം മുഴുവനായിട്ട് ഉറങ്ങിയിട്ടില്ല. 2 ദിവസവും ഉറങ്ങിയിട്ടേ ഇല്ല. അല്ല, തലേന്ന് രാത്രി ഞാൻ ഈ ഔട്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് ഇതിന്റെ ആഡും കാര്യങ്ങളും ചെയ്തിട്ട് ഔട്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് ഇറങ്ങുന്നതിന് തലേ ദിവസം ഔട്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് സാധനം എന്തെങ്കിലും എറർ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പൊലച്ചവരിരുന്നിട്ട് ഞാൻ 10 മണിക്ക് പോയിട്ട് പിന്നെ ഏകദേശം 6 മണിക്കാണ് ഞാൻ വീട്ടിലെത്തും തിരിച്ചിട്ട് പൊളിച്ചേക്ക്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനും ചെറിയ എന്തെങ്കിലും പ്രൊമോഷൻ പരിപാടി കാര്യങ്ങൾക്കെല്ലാം അന്ന് പോയി. അന്ന് മൊത്തം പിന്നെ അങ്ങനെ പോയി. പിന്നെ സിനിമ ഇറങ്ങിയല്ലോ വൈകുന്നേരം ഇറങ്ങി. പിന്നെ അന്ന് രാത്രി മൊത്തം മെസ്സേജ് കോള് അങ്ങനത്തെ ആയിട്ട് അന്നും പോലെ ഇന്നേരം പോയി. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഇതൊന്നുമില്ലേ, നമ്മളെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിക്കില്ലേ, നമുക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങി. നിങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നല്ലോ, അപ്പോൾ അത് സിനിമ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം തന്നെ. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പിന്നെ വലിയൊരു കാര്യമായിരുന്നു. കാരണം നാട്ടിൻ പുറത്ത് സാധാരണ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അതായത് സിനിമയായിട്ട് പ്രവർത്തന ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ സിനിമ ചെയ്യുക, സംവിധാനം ചെയ്യുക എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അത് ഞാനിത് എവിടെ എത്തണ്ട, ഇത് എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ മറ്റേ കുറവായി നടക്കുക പല മൂലക്കും വാങ്ങിയിട്ടുണ്ട്. ഇത് അടിക്കുമ്പോൾ ഇത് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ട വെച്ചിട്ട്. അപ്പോൾ ലാസ്റ്റാണ് അതിനിടക്കെല്ലാം എത്തി എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ അടിക്ക് എത്തി. കോവിഡിൻ്റെ സമയത്ത് പ്രൊഡ്യൂസർ സെറ്റായി പടം തുടങ്ങാൻ 2 ആർട്ടിസ്റ്റിൻ്റെ നല്ല മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ 2 ഡേറ്റ് ഓക്കെ ആയി, ഡയറക്ടർ ഓക്കെ ആയി, പ്രൊഡ്യൂസർ ഓക്കെ ആയി എല്ലാം നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. പിന്നെ അതങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞു. കോവിഡ് കഴിയുന്നേരം പിന്നെ സെക്കൻഡ് കോവിഡ് ആദ്യം വന്നു. അങ്ങനെ അവരെ ബിസിനസ് എല്ലാം ഇതായി ഡ്രോപ്പായി പടം. അത് ഏകദേശം അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയാണ് ഇപ്പം വന്നിട്ട് ഹിറ്റ് അടിച്ച ഗുരുവായൂരം വരുന്നത്. നമ്മൾ അന്ന് ചെയ്യാൻ വേണ്ടി കഥ. പക്ഷെ നമുക്ക് വീണ്ടും ഇനി ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഓൾറെഡി ചെയ്തില്ല. അങ്ങനെ ഓരോ നമ്മളെ കയ്യിലുള്ള കഥകൾ സിനിമയായിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും വന്ന് റിലീസിന് വരില്ല. നമ്മൾ കാണാൻ പോകുന്നവരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇത് ഈ സിമിലർ കഥയാണല്ലോ, അപ്പോൾ അതേപോലെയാണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോയോ എൻ്റെ കഥ പോയോ എന്ന് ഇങ്ങനെ ചിന്തിക്കും. പക്ഷേങ്കിൽ ചില കഥകൾ നമുക്ക് അതുമായിട്ട് സാമ്യമുള്ള കഥകൾ വന്നിട്ട് സക്സസ് ആയിട്ട് പോകുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളെ തോട്ടം ഒക്കെയാണ്, നമ്മുടെ ചിന്തകൾ ആൾക്കാർക്ക് ഏച്ചുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കഥ പോയാലും ഇത് വീണ്ടും ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മളുണ്ടല്ലോ ഇതേ സിമിലർ ആയി. അപ്പോൾ നമ്മളെ തോട്ടം ഒക്കെയാണെന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ധൈര്യം കിട്ടും. ഫ്രീ ആയിട്ട് നമ്മളെ കഥ സിനിമയാവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് ഇത് ജയിക്കോ ഇല്ല തോക്കോ എന്ന് അറിയേണ്ടതാ. വേറെ ആരോ ചെയ്തു നമ്മളെ ഏകദേശം കഥ.
സക്സസ് ആയി. അപ്പോൾ ഓക്കെ ഓക്കെ സാറ്റിസ്ഫൈഡ് ആവും. പക്ഷെ എന്നാലും ഒരു കുട്ടീനെ നമ്മളെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോയ ഒരു ഫീൽ ഉണ്ടാവില്ലേ? അതുണ്ടാവും. പക്ഷെ എങ്കിൽ നല്ല വീട്ടിലാ വളരുന്നെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അത് അടിപൊളിയാക്കി ഡയലോഗ്. പിന്നെ വേറൊരു ഡയലോഗല്ല, വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ സിനിമേൻ്റെ പിറകിലായതുകൊണ്ട് ഇവ കുറേ കാലം പണിക്കുമില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറ്റായിട്ടുള്ള എഴുത്തുകാരെ ഒരു ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ മാനസാലക്കട്ടല്ലേ. അന്നേരം ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതൊക്കെ അപ്പോൾ ആയാലും ഞാൻ അത് മറക്കില്ല. കാരണം വെച്ചാൽ ഞാൻ പണിക്ക് പോയാൽ പിന്നെ എൻ്റെ സിനിമ ആരെ ഇറക്കുക, കാരണം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് മതിയാക്കിയിട്ട് ഇവൻ പണിക്ക് പോയാൽ പിന്നെ സിനിമ ആരെ ഇറക്കുക. അന്നേരം ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെയും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറ്റിയത്. കാരണം അങ്ങനെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. കാരണം മുന്നേത്തെ സിനിമാ പ്രവർത്തകർക്കെല്ലാം കുറെ അങ്ങനെ സപ്പോർട്ട് കിട്ടാണ്ട് അവരെ സ്വന്തം വ്യക്തിപരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് എത്തിയിട്ട് ഉള്ളൊരു കൊണ്ട് എല്ലാവരും തിരിച്ചു വരികയല്ല. നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് വെച്ചാൽ ബാക്ക് സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് പോകുമ്പോൾ ഇതാകോ. എനിക്കിപ്പോ എന്ന് വെച്ചാൽ 3 നേരമല്ല 4 നേരമല്ല 5 നേരം ചോറ് തരാൻ വേണ്ടിട്ട് വീട്ടിലാളുണ്ട്. നീ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ചിലപ്പോ അച്ഛൻ്റെ ഉള്ളിൽ അവർക്ക് ആവാൻ പറ്റാത്തത് നമ്മളോട് ആയിക്കോട്ടെന്നോ, അല്ലെങ്കിൽ ഇവന്റേതായ രീതിയിൽ പോട്ടെന്നോ, അങ്ങനെ അമ്മയോ എല്ലാം ചിന്തിക്കുന്നുണ്ടാവും. ഏട്ടനായിക്കോട്ടെ, ഏട്ടനെല്ലാം ചെറിയ എന്തെങ്കിലും നമ്മളെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവനങ്ങനെ എല്ലാവരും അഭിപ്രായം പറയില്ല. ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് പറയും അത് ഇങ്ങനെ ചെയ്യണ്ടേ, എല്ലാം നമ്മൾ വിചാരിക്കും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ചിന്തിക്കും. ചില വീഡിയോസ് നമ്മൾ ഷോർട്സ് ചെയ്താൽ പോലും അപ്പോൾ വന്നിട്ട് പറയും അതിൻ്റെ അകത്ത് ഇങ്ങനെ കഥ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആവില്ലേനോ അങ്ങനെ പറയുമ്പോൾ അതെല്ലാം നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ഇരിക്കുന്ന ക്യാമറ അങ്ങോട്ട് തിരിച്ചു ഇവന്റെ എന്താ പറയുക ഷോർട്സിലുള്ള ഒരു ബന്ധം മാത്രല്ല ഇവരെ കോടമ്പക്കാവോലി ഇത്. അക്ഷയേട്ടൻ്റെ സിനിമ അടിപൊളിയായിരുന്നു. എല്ലാവരും കണ്ടിരുന്നു വിചാരിക്കുന്നത്. കാണാത്തവർ കാണണം, നല്ല രസമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.